എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്നിവിടെ പറയുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2026 ആദിത്യൻ, വ്യാഴം, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. കേട്ട, ആയില്യം, രേവതി എന്നീ നക്ഷത്രങ്ങളിൽ പതിവായി ക്ഷേത്ര ദർശനം നടത്തണം. ബുധപ്രീതി കർമ്മവും ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനവും ഉത്തമമാണ്. ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി ഭജിക്കണം. ഭദ്രകാളി ക്ഷേത്രത്തിലും പോകണം. ഇന്ദ്രനെ നിത്യവും ഭജിക്കുന്നത് വളരെ നല്ലതാണ്. മന്ത്രം ഓം ഇന്ദ്രായ നമഃ. ഓം ഇന്ദ്രായ നമഃ എന്ന മന്ത്രം ദിവസവും ജപിക്കുന്നത് നല്ലതാണ്. ഈ വർഷം ശകലം ദോഷം എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ട്. അത് അഗ്നി കൊണ്ടാണ് കൂടുതലും ഉണ്ടാവുന്നത്. അശ്രദ്ധ നിമിത്തമാണ് അപകടങ്ങളൊക്കെ വരുത്തുന്നത്. സൂക്ഷിച്ചു കഴിഞ്ഞാൽ 2026 അപകടങ്ങളൊക്കെ മാറുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ ഈ നക്ഷത്രക്കാർ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തലയ്ക്ക് ക്ഷതം ഉണ്ടാവുക, കണ്ണിന് ക്ഷതം ഉണ്ടാവുക, പല്ലിന് ക്ഷതം ഉണ്ടാകുക, അങ്ങനെയുള്ള ക്ഷതങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇതിനുള്ള പരിഹാരമായിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദോഷങ്ങളൊക്കെ തടസ്സങ്ങളുമെല്ലാം മാറുന്നതാണ്. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ നല്ലൊരു വർഷം കൂടിയാണ്. ജോലി കിട്ടുവാനും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുവാനും വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുവാനും ഒക്കെ കൊള്ളാവുന്ന ഒരു വർഷമാണ്. ഇതെല്ലാ നാളുകൾക്കും ഇത് ബാധകമല്ല. ഓരോ നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർക്ക് അതാത് വർഷങ്ങളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളാണ് ഞാനീ പറയുന്നത്. അത് നോക്കിയതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ. ഏകദേശം ആണ് ഞാനിത് പറയുന്നത്. അത് എല്ലാ തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഉണ്ടാകണമെന്ന് ഇല്ല. എന്നാലും ഈ തൃക്കേട്ട നക്ഷത്രക്കാർ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന അപകടങ്ങളൊക്കെ മാറുന്നതാണ്. ആർക്കാണെന്ന് പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്. സൂക്ഷിക്കുക.